മൂന്നാമതായി തങ്ങൾ പറഞ്ഞു ഇജാബുൽ മർഇ ബിനഫ്സിഹി, സ്വയം ഒരാൾക്ക് അവൻ വലുപ്പമുള്ള ആളാണ്, വലിയ ആളാണ്, തിരക്കേടില്ലാത്ത ആളാണ് എന്ന് തോന്നിപ്പോക. നഊദു ബില്ലാഹ്. മുത്തഖീങ്ങൾക്ക് അങ്ങനെ തോന്നാൻ അവസരമില്ല. മുത്തഖീങ്ങൾക്ക് ഉണ്ടാകുന്ന സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് തവാളുഅ്. തവാളുഅ് എന്ന് പറഞ്ഞാൽ, പടച്ചോനെ, ഞാൻ നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ചെറിയ ആളാണ്, നീ എനിക്ക് തന്ന കഴിവ് വലിയ കഴിവാണ്, പക്ഷേ നിന്റെ സൃഷ്ടികളിൽ എന്നെക്കാളും കഴിവുള്ള ധാരാളം ആളുകളുണ്ട്, സ്ഥാനമാനങ്ങളും ഉള്ളവരുണ്ട്, വൈകല്യം നിറഞ്ഞവനാണ്. തവാളുഇന്റെ വിനയത്തിന്റെ ചിന്തയാണല്ലോ മുത്തഖീങ്ങളുടെ സ്വഭാവത്തിൽ പ്രധാനമായും ഉള്ളത്. ഇന്ന തവാളുഅ മിൻ ഖിസാലിൽ മുത്തഖി വബിഹി തഖിയു ഇലൽ മഅലി യർതഖി. വിനയം എന്ന് പറയുന്നത് അത് മുത്തഖീങ്ങൾക്കുള്ള സ്വഭാവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. തഖ്വയുള്ള മനുഷ്യൻ ഉയരങ്ങളിലേക്ക് കയറുന്നത്, ഉയരങ്ങളിലേക്ക് ഉയരുന്നത് അത് തവാളു കൊണ്ടാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചില്ലേ? ആ തവാളു ആണ് ജീവിതത്തിൽ സ്വീകരിക്കേണ്ടത്. ഞാൻ വലിയ ആളാണ് എന്നുള്ള ചിന്ത ആദ്യം വന്നത് ഇബ്ലീസിനാണ്. അതുകൊണ്ടല്ലേ അവൻ ആദ്യമായിട്ട് അനാനിയത്ത് പറഞ്ഞത്. അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ഞാനാണ് ആദം അലൈഹിസ്സലാമിനെക്കാളും ഉത്തമൻ, ഞാനാണ്, എനിക്കാണ് മഹത്വമുള്ളത് എന്നല്ലേ അവൻ ആദ്യം പറഞ്ഞത്. അവനെ പൊക്കിയായിട്ടവൻ മാറിയപ്പോ എല്ലാ അർത്ഥത്തിലും അവൻ ശപിക്കപ്പെട്ടവനായി. ചെറിയ ഒരു ശാപമല്ല അവന് കിട്ടിയത്. വ ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. മരിച്ചാലും തീരാത്ത ലഅനത്താണ് ഇബ്ലീസിന് അല്ലാഹു ലഅനത്ത് ചെയ്തത്. ഒന്നാമത്തെ ഊത്തോടുകൂടെ ഇബ്ലീസും മരിക്കും, പക്ഷെ ലഅനത്ത് തീരുന്നില്ല. ലഅനത്ത് ഏതുവരെയാണ്? ഇലാ യൗമിദ്ദീൻ, പുനരുദ്ധാരണ ദിവസം വരെ അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. മരിച്ചിട്ടും തീരുന്നില്ല. ഓൻ പുനർജനിക്കുമ്പോൾ അല്ലാഹുവിന്റെ ലഅനത്ത് കിട്ടും. അത്രയും വലിയ ലഅനത്താണ് ഓന്റെ ആ തന്നെ പൊക്കിക്കൊണ്ട് കിട്ടിയത്. ആ ഉൾനാട്യം, ആ അഹംഭാവം വേണ്ട. ഇത് മൂന്നും നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്.